ഇന്നലെ മീൻ വാങ്ങാൻ പോയപ്പോൾ ഞണ്ടാണ് കിട്ടിയത്. ഞണ്ട് രണ്ടുപേർക്കും ഫേവറേറ്റുമാണ്. അപ്പം വിചാരിച്ചു എന്നാൽ പിന്നെ ഞണ്ട് തന്നെ ആയിക്കോട്ടെ. അങ്ങോട്ട് ചട്ടിയിലിട്ട് കഴുകിയാണ്ട് വൃത്തിയാക്കി. അപ്പോഴാണ് ചെറുപ്പത്തിൽ ഞണ്ടിനെ പിടിക്കാൻ പോയ കഥ ഓർമ്മ വരുന്നത്. മാമൻ്റെ വീട്ടിൽ നിന്ന് ചൂണ്ടലുമായിട്ട് ഞണ്ടിനെ പിടിക്കാൻ പോവലുണ്ടായിരുന്നു. ഞാനും പ്രജീഷേട്ടനും ഷായിട്ടേട്ടനും ഒക്കെ. അവരാണ് ഞണ്ടിനെ പിടിച്ചു തരാറ്. എൻ്റെ മുറുക്കിലൊരു സാഹസികമാണെങ്കിലും പെട്ടെന്ന് കഴിഞ്ഞു. പണ്ട് ഇത്രയൊന്നുമല്ല, ഇതിലും വലിയ ഞണ്ടുകളാണ് പിടിക്കാണ്ടാവുക തോട്ടുന്ന്. അതിന് പിടിച്ച് ബക്കറ്റിലിടുക ചെയ്യാം. ആശാൻ ബക്കറ്റിൽ നിന്നെങ്ങാനും ചാടിപ്പോയാൽ പിന്നെ കഴിഞ്ഞ് കഥ. അതിൻ്റെ ഇറുക്കാലിൻ്റെ ഉള്ളിലത്തെ കൈ ഒഴിഞ്ഞാൽ പിന്നെ മുറിഞ്ഞത് തന്നെ. ഇതിന് പിന്നെ ജീവനില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. എൻ്റെ ഈ സാഹസിക കഥകളൊക്കെ ഇവരോട് പറഞ്ഞാൽ ഇവർ പറയും തള്ളി മറിക്കുകയാണ്. എൻ്റെ കാലിനൊക്കെ ഭയങ്കര ഉറപ്പ്. ഏകദേശം വെന്തു തുടങ്ങി. എന്നിട്ട് നമ്മുടെ ഞണ്ട് മുറിച്ചത് ഓരോന്നായിട്ട് ഇടണം. തക്കാളി കിട്ടില്ലേ? മറ്റേ വെക്കൂലേ? ഇത് തഴയ്ക്കുമ്പോഴേക്ക് നമുക്ക് തേങ്ങ പൊട്ടിച്ച് ചിരവാനുണ്ട്. നല്ല വെള്ളമുള്ള തേങ്ങ തന്നെ വേണം കേട്ടോ. എന്നിട്ട് കുറച്ച് ചെറിയുള്ളിയും പിന്നെ പെരിഞ്ചീരകവും എടുത്തിട്ട് നന്നായിട്ട് അടിക്കണം. അടിച്ച ശേഷം നമ്മുടെ കറി നല്ലോണം തിളച്ചതിലേക്ക് ഈ തേങ്ങാപ്പാലാണ്ട് ഒഴിച്ചാൽ സംഗതി ഉഷാർ. അങ്ങോട്ട് വേവട്ടെ നല്ലോണം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കാനേ പാടുള്ളൂ എന്നാണ് പറയുക. കാരണം അതിലുള്ള വെളിച്ചെണ്ണ അത്ര നല്ലതല്ല. ഈ സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ വെളിച്ചെണ്ണ തിളയ്ക്കണ അത്ര നല്ലതല്ലല്ലോ. അതിലൊന്ന് ചൂടാവട്ടെ, എന്നിട്ട് നോക്കാം. ഇപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചെറിയുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിക്കണം. കറി അല്പം ടേസ്റ്റ് ഉണ്ടാവണമെന്ന് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. പതിവായിട്ട് ഞാനിത് ഉപയോഗിക്കാറില്ലെങ്കിലും ഇപ്പോൾ ഞണ്ട് കറി ആയപ്പോൾ അല്പം ഒന്ന് ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് എടുത്തിട്ട് ഒഴിക്കുന്നുണ്ട്. ഇതിലൊക്കെ കാണുന്ന പോലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കളയാം.
ഈ ചെറിയുള്ളി മൂപ്പിച്ചിട്ട് ചെറിയുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ചിട്ട് കറിയിലിട്ടാൽ തന്നെ നല്ല ടേസ്റ്റ്. ഏത് ടേസ്റ്റ് ഇല്ലാത്ത കറിയും അത് ടേസ്റ്റ് ആയിക്കോളും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈസി ടേസ്റ്റി ഞണ്ട് കറി. വീണ്ടും സന്ധ്യയ്ക്ക് വരയ്ക്കും. വണക്കം.